രാത്രി ഒരാൾ ശ്വസിക്കുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ആദ്യമൊക്കെ പേടിയൊന്നുമായിരുന്നു. പിന്നെ എനിക്ക് ഈ ഫോൺ എവിടെ നിന്നാണ് അടിക്കണമെന്ന് എനിക്കറിയാൻ പറ്റും. ബാത്റൂമിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ഞാൻ ബാത്റൂം തുറന്നു നോക്കിയപ്പോൾ ബെല്ല് കേൾക്കുന്നുണ്ട്, പക്ഷേ ഫോണില്ല. ഡൽഹിയിലൊരു മുറിയാണ് ഇത്. ഞങ്ങളുടെ കൂടെ വിശ്വാസമില്ലാത്ത രണ്ടുപേരുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഒരു കട്ടിൽ ഞാനും കിടക്കും, മറ്റേ കട്ടിൽ അവരും കിടക്കും. ആ മുറിയിൽ ആ ബാത്റൂമിൽ അറ്റാക്ക് വന്ന് മരിച്ചൊരു മദാമ്മയുടെ മുറിയാണ്. ആരായാലും വിശ്വസിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നപ്പം ഒരു നേപ്പാളിയെ പോലൊരു പെൺകുട്ടി ഓടിവാൻ. അപ്പോൾ ഞാൻ അഭിലാഷ് അഭിലാഷ് എന്ന് പറഞ്ഞാൽ വാതിൽ ടപ്പ് ഒറ്റ അടയിലാണ്. ഞാൻ ഇങ്ങനെ നിന്ന് പറിച്ചു എന്നെ പോലെ ഒരാൾ. കാരണം അവൻ്റെ മുറിയിൽ ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണ് വരാനുള്ള യാതൊരു നമ്മൾ ആരുടെ പറഞ്ഞാൽ വിശ്വസിക്കും. ആ പയ്യനെ എപ്പോഴും വന്ന് താമസിക്കുന്ന മുറിയാണ്. പക്ഷെ ആ മരണ ദിവസം കൂടത്തായി കേസിൽ ജോളി ജയിലിൽ കിടക്കുന്നു. അതുപോലെ നമ്മുടെ ഗോവിന്ദചാമി ജയിലിൽ കിടക്കുന്നു. അപ്പൊ ഇവരെല്ലാം പിശാച് പോലും തലകുനിച്ച് മരവിച്ച് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മാക്കളെ കുറിച്ച് നമ്മൾ പല കഥകൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ അനുഭവങ്ങൾ ഉണ്ടായ നിരവധി കഥകൾ വായിച്ചിട്ടുമുണ്ട്. ഈ ആത്മാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മോട് പറയാനുള്ളത് എന്തായിരിക്കും? അതെന്തായിരിക്കുമെന്ന് ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാലോ? ഇന്ന് അബാക് മീഡിയയിൽ നമ്മോടൊപ്പമുള്ളത് തിരക്കഥാകൃത്തും നോവലിസ്റ്റും പ്രേതാന്വേഷകനുമായ കാന്തല്ലൂർ സ്വാമി എന്ന സുനിൽ പരമേശ്വരനാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. നമ്മൾ ഈ ആത്മാക്കളെ പറ്റിയുള്ള കഥകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് കാണുമ്പോൾ ഇതിന്റെ കമന്റ് ബോക്സുകളിൽ അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് പറയുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങൾ കോർത്തിണക്കി അവർക്ക് എന്തായിരിക്കും ആ ആത്മാവ് അവരോട് പറയാൻ ആഗ്രഹിച്ചത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ച് തന്നെ തുടങ്ങാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ 4-5 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റിൽ, ഞാൻ അന്ന് താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഒരു സുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത് നിന്ന് എന്താ അത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേൾക്കുകയാണ്. എന്താ അതെന്നോ അല്ലെങ്കിൽ എന്താടിയെന്നോ അങ്ങനെ എന്തോ ഒരു ചോദ്യം. അപ്പം എനിക്കൊരു പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. കാരണം ആ ഫ്ലാറ്റിൽ ആരുമില്ല, ആ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ആ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞു. അപ്പം എനിക്ക് തോന്നലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ആ കോളിലേക്ക് തിരിച്ചു കിടക്കുമ്പോൾ ആ കോളിലുള്ള വ്യക്തി എന്നോട് ചോദിക്കുകയാണ്, ആരാ അവിടെ സംസാരിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് തോന്നലായിരുന്നുവെങ്കിൽ എങ്ങനെ കോളിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ആളത് കേട്ടു എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് പിന്നീട് ഇങ്ങോട്ടുണ്ടായത്. പിന്നീട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് ആത്മാവാണെന്ന് തോന്നുകയോ ഒന്നും ഇല്ല. കാരണം എനിക്കിതിനൊരു തെളിവൊന്നുമില്ല. പക്ഷെ അതൊരു സംശയമായി നിലനിൽക്കുകയാണ്. എന്തായിരിക്കും അത്? നമ്മൾ അപ്പോൾ താമസിച്ച ആ സ്ഥലത്ത് മുമ്പ് ആരെങ്കിലും താമസിച്ചിരുന്ന സ്ഥലമാണോ? ഉറപ്പായിട്ടും ആയിരിക്കാം. കാരണം അവിടെ നിങ്ങൾ സ്ത്രീകൾ മാത്രമാണോ? സ്ത്രീകൾ മാത്രമായിരുന്നു താമസം ഉണ്ടായിരുന്നത്. 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. എത്ര കാലം അവിടെ താമസിച്ചു? ഞാനൊരു 3 വർഷത്തോളം അവിടെ താമസിച്ചു. അവിടെ ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളവർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവിടെ താമസിച്ചു. പിന്നെ അവർക്ക് ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടായില്ല? ഇല്ല, പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, അവിടുത്തെ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ ആ ലെയറുമായിട്ട് സംഭവിക്കുമ്പം അതിനു മുമ്പ് എപ്പോഴോ സംഭവിച്ചിരുന്ന ഒരു കാര്യം. നമ്മളെ എപ്പോഴും ഒരു ലെയറുണ്ട്, മരണത്തിനൊരു ലെയറുണ്ട്, മരണം സഞ്ചരിക്കുന്ന ആത്മാക്കൾ സഞ്ചരിക്കുന്ന ഒരു ലെയറുണ്ട്. ഇത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സാധാരണ മനുഷ്യർക്ക് പരിചിതമായിട്ടുള്ള ഒരു മേഖലയല്ല. ഇപ്പോൾ ചില നിഴലുകൾ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരോ പെട്ടെന്ന് ഇങ്ങനെ സഞ്ചരിച്ച പോലെ തോന്നുക, നമ്മൾ വണ്ടിയിലെടുക്കുമ്പോൾ പുറകിൽ ഇങ്ങനെ പോവുക, ഇങ്ങനെയൊക്കെ മനുഷ്യൻ നിഴല് പോലെ പോവുക. ഇതൊരു ലെയറാണ്. ആ ലെയറിൽ ആ സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന ഒരു എനർജിയാണത്. ഇവിടെ സംഭവിച്ചേക്കുന്നത് അവിടെ മുമ്പെങ്ങാണോ താമസിച്ചിരുന്ന ഒരാൾ, മുമ്പെങ്ങാണോ താമസിച്ചിരുന്ന ഒരു ഫാമിലി, നിങ്ങൾ ഇവിടുത്തെ പുറകിലോട്ട് എടുത്തറിയാം, അവിടെ ഒരു കുടുംബത്തോട് ആരെങ്കിലും താമസിച്ചിട്ടുണ്ടാവും. ആ താമസിച്ച ആൾ, അയാളുടെ മരണശേഷം ഈ ഭാര്യ കുറേ കാലമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. അവിടെ ഭാര്യ മാത്രമായിട്ട് മൃത്യു സംഭവിച്ചിട്ടുണ്ടാവും. അവിടെ വെച്ചല്ല മൃത്യുവൊക്കെ സംഭവിക്കുന്നത്. ആ സമയത്ത് ആ മരണം സംഭവിച്ചിരിക്കുന്ന അതേ സമയത്ത് ആ ലെയർ അതിലൂടെ സഞ്ചരിക്കുമ്പം നമ്മൾക്ക് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളിവിടെ ക്ലീനായിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ മൊബൈലൊന്നും നോക്കാതെ മൊബൈലിൽ സംസാരിക്കുകയായിരുന്നു, വീഡിയോ കോൾ. അപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദം മാത്രമായിട്ട് കേട്ടു. കാരണം ആ ലെയർ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് മീഡിയയിലുണ്ടായ തരംഗം ആ ലെയറിലുണ്ടാക്കിയ ആഘാതമാണ് അത് ചോദിക്കുന്നത്. കാരണം ഇലക്ട്രോണിക് മീഡിയ ആയിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കടന്നു പോകുമ്പോൾ
അവർക്ക് ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇടിമിന്നലുള്ള സമയത്ത് ഇപ്പോൾ സിനിമയിലൊക്കെ കാണുള്ളൂ ഇങ്ങനെ നെഗറ്റീവ് എനർജികളുടെ പ്രസൻസ്. പക്ഷെ അത് സംഭവം വരില്ല. മഴയിലുണ്ടാവും, പക്ഷേ നെഗറ്റീവ് എനർജി ആ ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത്, ഇടിയും മിന്നലുള്ള സമയത്ത് ഒരു നെഗറ്റീവ് എനർജി പ്രേതാത്മാക്കളെ നമുക്ക് കാണാൻ കഴിയത്തേയില്ല. ഈ സമയത്ത് ആ സാധനം കണ്ടുപിടിക്കുമ്പോൾ ആ കടന്നു പോകുന്ന സമയത്ത് അതിനുണ്ടായ ഷോക്കിൽ നിന്നുണ്ടായ ഒരു ശബ്ദ തരംഗമാണ് നമുക്കത് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണോ അപ്പുറത്തിരുന്ന ആളും അത് കേട്ടത്? അതങ്ങ് പോയി ആ നിമിഷം കൊണ്ട് തന്നെ അത് ലയിച്ചങ്ങ് പറഞ്ഞു പോകും. പിന്നെ അത് സംഭവിക്കുകയില്ല. അതെ. അപ്പോൾ അതേസമയം അവിടെയാണ് മൃത്യു സംഭവിച്ചിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് അതിലൂടെ കടന്നുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ മുറിയിലാവണം എന്നില്ല. ആ സ്ഥലത്ത് സംഭവിച്ചേക്കുന്നവരാണ്. ആ ലെയറിലൂടെ, അതിന്റെ പുറത്തുള്ള ലെയറിലൂടെ കടന്നു പോയപ്പോൾ ആ വാതിലിന്റെ അടുത്താണോ വരുന്നത്? കട്ടിലിരിക്കുക അല്ല, വാതിലെ ജന്നൽ വല്ലതും ഉണ്ടായിരുന്നു ആ ഭാഗത്തായിട്ട്? രണ്ട് സൈഡിൽ തുറന്നിട്ടേക്കായിരുന്നു അത്. അപ്പൊ ആ ലെയറിലൂടെ പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് മാത്രമാണ്. അതെ. അതുപോലെ ഇതേ റൂമിൽ രാത്രി ഒരാൾ ശ്വസിക്കുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ആദ്യമൊക്കെ പേടിയൊന്നുമായിരുന്നു. പിന്നെ എനിക്ക് എയർ കോളം ആയിരിക്കാം, എന്തെങ്കിലും എൻ്റെ ലോജിക്ക് വർക്കായി തുടങ്ങി, എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ളൊരു ഞാൻ അങ്ങ് കണ്ടീഷൻഡായി. ഇതൊരു നോർമൽ കാര്യമായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്ന, നമുക്ക് അന്ധതയില്ല. അപ്പോൾ അന്ധത ഉണ്ടാകുന്ന ഒരു ഇപ്പൊ കുറെ കൂടെ അന്ധത വരും ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് കുറെ കൂടെയൊക്കെ ഉണ്ടാവാം. മറ്റത് ഈ ശ്വസിക്കുന്നതാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ആ മൃത്യു സംഭവിച്ച അതുമായിട്ട് ആ കെട്ടിടവും അവിടുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ മൃത്യു സംഭവിച്ച ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്താൽ നമ്മൾ ശല്യം ചെയ്യത്തൊന്നുമില്ല. നമ്മൾ ഒരു ശല്യവും ചെയ്യില്ല. പക്ഷെ ചില ഫീലിംഗ് നമുക്കുണ്ടാവും, അവസ്ഥ ഉണ്ടാവും. അത് വേണമെങ്കിൽ ആ പോർട്ടിക്കോയുടെ പുറത്ത് സംഭവിച്ചതാവാം. ഇപ്പൊ അറ്റാക്ക് വന്ന ഒരാൾ, ഇതുപോലെ ഒരാൾ ചെന്നൈയിൽ ഒരു ഭാര്യയും ഭർത്താവും മാത്രമായിട്ടൊരു പുറത്ത് താമസിക്കുകയായിരുന്നു, ഒരു മുറിയിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം നടപ്പടിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു, അറ്റാക്ക് വന്നിട്ട്. അപ്പോൾ ഭാര്യ വിചാരിച്ചു കുറേ നേരമായിട്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇദ്ദേഹം ആ പോർട്ടിക്കോയിൽ മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, സ്വാമി ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് പേര് അദ്ദേഹത്തിന് ഈ പോർട്ടോയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ ഒരു മുറിയിൽ ഞങ്ങൾ 3 പേര് താമസിക്കുക. അപ്പോൾ 2 മണിയായപ്പോൾ രാത്രി ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുക, ഫോൺ ബില്ലടിക്കുന്നുണ്ട്. 3 പേരും ഉടനേറ്റ് നോക്കുകയാണ്. എൻ്റെ കൂടെ 2 പേര്, വിശ്വാസമില്ലാത്ത 2 പേരാണ്. ഈ ഫോൺ എവിടെ നിന്നാണ് അടിക്കണമെന്ന് എനിക്കറിയാൻ പറ്റും. ബാത്റൂമിൽ നിന്നാണ് ശബ്ദം കേൾക്കണം. ഞാൻ ബാത്റൂം തുറന്ന് നോക്കിയപ്പോൾ ബെല്ല് കേൾക്കുന്നുണ്ട്, പക്ഷേ ഫോണില്ല. ഡൽഹിയിലൊരു മുറിയാണ് ഇത്. ഞങ്ങളുടെ കൂടെ വിശ്വാസമില്ലാത്ത 2 പേരുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഒരു കട്ടിൽ ഞാനും കിടക്കും, മറ്റേ കട്ടിൽ അവരും കിടക്കും. ഡൽഹി യാത്രകൾ കഴിഞ്ഞ് വന്നതാണ്. ഹിമാലയ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പോട്ട് കൊണ്ടുവന്ന് താമസിക്കുന്ന സ്ഥലമാണ്. ആദ്യത്തെ നമ്മൾ ഹിമാലയത്തിൽ പോയിട്ട് മധുരയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഡൽഹിയിൽ ഇങ്ങോട്ട് ട്രെയിനിന് വരാനായിട്ട് താമസിക്കുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ സംഭവിച്ചത്, ഒരു മദാമ ആ ബാത്റൂമിൽ ഇരുന്നിട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. ബാത്റൂമിലിരിക്കുമ്പോൾ ഫോൺ എടുത്തില്ലല്ലോ എന്ന്, ആ മുറിയിൽ ആ ബാത്റൂമിൽ അറ്റാക്ക് വന്ന് മരിച്ച ഒരു മദാമയുടെ മുറിയാണ്. അവർ ബാത്റൂമിൽ ഇരുന്നാണ് മരിച്ചിരുന്നത്. ആ സമയത്ത് ഫാമിലിയായിട്ട് ആരെങ്കിലും താമസിക്കുകയാണെങ്കിൽ ബെല്ലടിക്കേണ്ട ശബ്ദം കേൾക്കും. അപ്പോൾ ഈ ആദ്യമായിട്ട് അവരൊന്ന് വിശ്വസിച്ചു. കാരണം ഈ ബെല്ലൊരു 5 മിനിറ്റ് ഈ ബെല്ലിങ്ങനെ കേൾക്കുകയാണ് ആ മുറി മുഴുവൻ. അതുപോലെ ഞാനിപ്പോൾ വേറൊരു ചാനലിൽ പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനും ടീച്ചറും ഈ അഭിലാഷ് ബാലകൃഷ്ണൻ ഡയമണ്ടിൽ അദ്ദേഹവും കൂടെ ചെന്നൈയിൽ ഒരു വലിയ ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ മുറിയിലും അദ്ദേഹം ഇപ്പുറത്തെ മുറിയിലുമാണ്, ഒരേ മുറി. ഞാൻ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതുകൊണ്ട് ഞാൻ നടന്നിട്ട് ഇവനെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ 2 വാതിൽ മാറി മാറി അടിച്ച് സംസാരിക്കുകയാണ്. പെട്ടെന്ന് വാതിൽ തുറന്നപ്പം ഒരു നേപ്പാളിയെ പോലൊരു പെൺകുട്ടി, ഓടിവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അഭിലാഷ് എന്ന് പറഞ്ഞാൽ അവർ വാതിൽ ടപ്പ് ഒറ്റ അടയതാണ്. ഞാൻ ഇങ്ങനെ നിന്ന് പറിച്ചു എന്നെ പോലൊരാൾ. കാരണം അവൻ്റെ മുറിയിൽ ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണ് വരാനുള്ള യാതൊരു സാധ്യതയില്ല. അവിടെ ഞാൻ അപ്സെറ്റായി. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ടീച്ചറിനെ വിളിച്ചോണ്ട് പറഞ്ഞു, ടീച്ചറെ അവൻ്റെ മുറിയിലൊരു ഇങ്ങനൊരു പെൺകുട്ടി ഫിലിപ്പൈനാണെന്ന് തോന്നുന്നു. നമ്മൾ ഉണർന്ന് താഴെ ചോദിച്ചപ്പോൾ ഒരു 2-3 വർഷത്തിന് മുമ്പ് ആ ദിവസം ഒരു കായിക താരങ്ങളുടെ ഒരു മീറ്റ് നടക്കുകയായിരുന്നു അവിടെ. ഇതുപോലെ ഈ പെൺകുട്ടി അവരുടെ കോച്ച് ആ മുറിയിൽ അറ്റാക്ക് വന്ന് മരിച്ചതാണ് ആ ദിവസം. നമ്മൾ അടുത്ത പറഞ്ഞാൽ വിശ്വസിക്കൂ? ആ പയ്യനെ എപ്പോഴും വന്ന് താമസിക്കുന്ന മുറിയാണ്. പക്ഷെ ആ മരണ ദിവസം നമ്മൾ തട്ടി ഉണർത്തിയപ്പോൾ കണ്ടു. ഇത് നമുക്കൊരാളത്തെ വിശ്വസിക്കാൻ പറഞ്ഞാൽ സ്വാമി അന്ധവിശ്വാസം പറഞ്ഞ് നിവർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറയും. യഥാർത്ഥത്തിൽ നമുക്കിത് ഫീൽ ചെയ്യത്തില്ലേ? ആ മുറിക്കകത്താണ് മരണം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് വന്നേനെ. പിന്നെ അയാൾ ആ സഞ്ചരിക്കുന്ന ലെയറിൽ അസ്വസ്ഥത വന്നപ്പം എന്താണെന്ന് ചോദിച്ചു.
ആ ഫീൽ ഉണ്ടായി. ആ. ഇലക്ട്രോണിക്സിൽ നിൽക്കുന്ന ശബ്ദ തരംഗങ്ങൾ എപ്പോഴും പ്രശ്നമാണ്. അതെ, അപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഇത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ ആത്മാക്കൾക്ക് എന്നാ ഇവളെ ഒന്ന് വിശ്വസിപ്പിച്ചേക്കാം, അങ്ങനെ തോന്നില്ലേ? അങ്ങനെ തോന്നില്ല. ഇല്ല, അവർക്ക് അങ്ങനത്തെ വാശി അവർക്ക് അത് വാശിയില്ല. അതേസമയം അവർ മറ്റൊരാളാൽ കൊല്ലപ്പെടുന്ന ഒരാളാണെങ്കിലും അവരുടെ ജീവിതം നശിപ്പിച്ച ഒരാളാണെങ്കിൽ 100% വരും കൊടുത്തിരിക്കും. അത് ജീവിതത്തിന്റെ അവസാന ഘട്ടമാണെങ്കിലും കൊടുത്തിരിക്കും. ഓ, അല്ല, നമ്മൾ അവരെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ മുറി താമസിക്കുന്നതേ ഉള്ളൂ. നമ്മൾ സത്യസന്ധമായ മാർഗത്തിലൂടെ ജീവിക്കുന്നതാണ്. നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല, വഞ്ചിക്കുന്നില്ല, ചതിക്കുന്നില്ല, പറ്റിക്കുന്നില്ല. നമ്മളവിടെ താമസിക്കും. നമ്മളിത് മൊബൈൽ കണ്ടു, അതിൽ ആ ലൈനിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു അസ്വസ്ഥത തോന്നി, ആ സൗണ്ട് കൊണ്ടുപോയി. പിന്നെ കിതപ്പുണ്ടെങ്കിലും ആ സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന ശ്വാസോച്ഛ്വാസത്തിൻ്റെ അല്ലാതെ നമ്മൾ അവരുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മളെ ദ്രോഹിക്കും. അപ്പൊ ഈ കൊലപാതകം ചെയ്തിട്ടുള്ള ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, കൂടത്തായി കേസിൽ ജോളി ജയിലിൽ കിടക്കുന്നു, അതുപോലെ നമ്മുടെ ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നു. അപ്പൊ ഇവരെല്ലാം ഈ പറയുന്ന പോലെ അവസാന നാളുകളിൽ ഇതുപോലെ 100% ഉറപ്പായിട്ടും മരണാനന്തരം അവരനുഭവിക്കുന്ന ഒരു യാതന ജീവിച്ചിരിക്കുമ്പോഴേ അനുഭവിക്കും. ഒരു കോടതി എൻ്റെ മുമ്പിലുള്ളതല്ലേ, എത്ര കാലങ്ങൾ, എത്ര ദുരിതം. ഈ അവസാന കാലം അതിഭീകരമായിരിക്കും. ഇപ്പോൾ നമ്മൾ ആളൂർ എന്ന് പറയുന്ന വക്കീൽ അവസാന കാലത്ത് തന്നെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ ചാനലിലാണോ എന്ന് അറിയത്തില്ല, അല്ല, അദ്ദേഹം കലൂര് വിളിച്ചിട്ട് പുള്ളി ഈ ആ പെൺകുട്ടിയുടെ കയ്യിൽ എന്തൊരു ഭീതിയായിരുന്നു. അജിഷ കേസ് പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു, ഭയങ്കരമായ ആത്മസംഘർഷമായിരുന്നു. കിടന്നുറങ്ങാൻ പറ്റില്ല, ഇവിടെ വിളിച്ചുണർത്തിക്കളയും. ഭയന്നാണ് മരിച്ചത്, അയാൾ ഭയന്ന് മരിച്ച. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ അറിയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ, ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകൾ വാദിച്ചതൊരു പ്രൊമോഷൻ ആയിട്ടാണ് കണ്ടത്, അതിലൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അതുകൊണ്ടല്ലേ നേരത്തെ പോയത്, ഇല്ലെങ്കിൽ കുറേ കാലം കൂടെ ഉണ്ടായിരുന്നു. കുറ്റബോധം ഇല്ലാത്ത പുള്ളി കുറേ കാലം കൂടെ മിടുക്കനായിട്ട് ബാധിച്ച് ജീവിക്കേണ്ട ആൾ എന്തുകൊണ്ട് നേരത്തെ മൃത്യു സംഭവിച്ചു, എങ്ങനെ മൃത്യു സംഭവിച്ചു അല്ലേ? കുറേ കാലം കൂടി ഇനിയും ജീവിക്കേണ്ട ആളല്ലേ. പുള്ളിക്ക് പ്രൊമോഷൻ എടുത്തത് അവൻ്റെ മനസ്സ് ചെകുത്താൻ്റെ മനസ്സുള്ള ഒരു ആളല്ലേ. മനുഷ്യത്വപരമായിട്ട് ആരെങ്കിലും ആ കേസ് ബാധിക്കും. അപ്പം ദൈവം കൊടുത്തോ. ഇനി മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർ അദ്ദേഹം അനുഭവിക്കുന്ന യാതന, ആ യാതന നമുക്കറിയാൻ പറ്റും. ദൈവം എന്നുള്ളതല്ല, പിശാച് അതിനേക്കാൾ വലിയ ശക്തിയാണ്. പിശാച് പോലും തലകുനിച്ച് മരവിച്ച് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്, പിശാചുക്കൾ പോലും. അത് അനുഭവിച്ച് പോയേ പറ്റൂ. ഓക്കെ.